ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത് നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറിയാണ് കേട്ടോ. 1 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ മട്ടൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്നത് നമ്മുടെ സ്പെഷ്യൽ. ആദ്യം തന്നെ ഓയിലിൽ വെളുത്തുള്ളി ഇഞ്ചി നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് വേണ്ടിയുള്ള സവാള, അതായത് 1 കിലോ മട്ടന് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടു. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുത്തതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർക്കണം. നമ്മൾ ഈ പ്രാവശ്യം കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഉരുളക്കിഴങ്ങിന് ക്വാണ്ടിറ്റി ഈ പ്രാവശ്യം കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ കൂടെ തന്നെയാണ് ഈ സവാള മൂപ്പിക്കുന്നതിന് കൂടെ തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അപ്പോഴേക്കും നമ്മുടെ മട്ടൻ വിസിലെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടിട്ട് ഇപ്പം 5 വിസിൽ 6 വിസിലൊന്നും അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് 4 കേട്ടോ. 4 മസാല ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ചേക്കണത്. നമ്മളൊരു 6 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പത്തേനും മട്ടൻ നന്നായിട്ട് വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ സവാളയിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. അതിനകത്തും ഈ സെയിം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, കൂടാതെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഗരം മസാലയുടെ ആ സ്മെല്ല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഞങ്ങളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗരം മസാല നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ, അതായത് കേരളത്തിൽ ഞങ്ങൾക്കൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ വീട്ടിൽ ഈ പരിപാടിയുണ്ട്, മസാലകൾ പൊടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആ മസാല ഞങ്ങൾ പൊടിപ്പിച്ചെടുത്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത മട്ടൻ കറിയുടെ ആ ഗ്രേവി, ആ ഒരു വെള്ളം നമ്മൾ ഈ സവാള ഉരുളക്കിഴങ്ങ് മിക്സിലേക്ക് നമ്മൾ ആദ്യം ചേർക്കും. ദെൻ ഗ്രേവി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർക്കുന്നതാണ് ബെറ്റർ. ഈ വെള്ളവും ഈ ഗ്രേവിയും കൂടി നമ്മളൊന്ന് അതിനകത്തോട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം, കുറച്ച് ചൂടായതിന് ശേഷം നമ്മൾ കുക്കറിൽ ബാലൻസ് ഉള്ള മട്ടൻ പീസസ് നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോഴാണ് നമ്മുടെ സവാളയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ കയറി പിടിക്കത്തുള്ളൂ. അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കണേ കേട്ടോ. അവസാനം ഉപ്പും കൂടി ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.